യൂണിറ്റ് വെക്ടേഴ്സിനെ മലയാളത്തിൽ ഏകമാന സദിശങ്ങൾ എന്ന് പറയുന്നു. യൂണിറ്റ് വെക്ടേഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആകുന്നു. അവയ്ക്ക് ഒരു ഡയറക്ഷനും ഉണ്ടായിരിക്കും. യൂണിറ്റ് വെക്ടേഴ്സിനെ ക്യാപ്പ് യൂസ് ചെയ്തുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഐ ക്യാപ്, ജെ ക്യാപ്, കെ ക്യാപ് എന്നിവ യൂണിറ്റ് വെക്ടേഴ്സിന് എക്സാമ്പിൾസ് ആകുന്നു. സ്കെയിലർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റിൽ വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഈസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റയാണ്. വർക്കിന്റെ കേസ് എടുക്കുമ്പോൾ വർക്ക് ഈസ് ഈക്വൽ ടു വെക്ടർ എഫ് ഡോട്ട് വെക്ടർ എസ് ഈസ് ഈക്വൽ ടു എഫ് എസ് കോസ് തീറ്റ ആകുന്നു. ഐ ഡോട്ട് ഐ ഈക്വൽ ടു 1, ജെ ഡോട്ട് ജെ ഈക്വൽ ടു 1, കെ ഡോട്ട് കെ ഈക്വൽ ടു 1 ആകുന്നു. ഐ ഡോട്ട് ജെ ഈക്വൽ ടു 0, ജെ ഡോട്ട് കെ ഈക്വൽ ടു 0, കെ ഡോട്ട് ഐ ഈക്വൽ ടു 0. വെക്ടർ എ ഈസ് ഈക്വൽ ടു എ എക്സ് ഐ പ്ലസ് എ വൈ ജെ പ്ലസ് എ ഇസഡ് ക്യാപ്. വെക്ടർ ബി ഈസ് ഈക്വൽ ടു ബി എക്സ് ഐ ക്യാപ് പ്ലസ് ബി വൈ ജെ ക്യാപ് പ്ലസ് ബി ഇസഡ് കെ ക്യാപ്. ഇതിൽ വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ചെയ്യുമ്പോൾ എ എക്സ് ബി എക്സ് പ്ലസ് എ വൈ ബി വൈ പ്ലസ് എ ഇസഡ് ബി ഇസഡ് കിട്ടുന്നു. വെക്ടർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റിൽ വെക്ടർ എ ക്രോസ് വെക്ടർ ബി ഈസ് ഈക്വൽ ടു എ ബി സൈൻ തീറ്റ എൻ ക്യാപ് ആകുന്നു. ഐ ക്രോസ് ഐ ഈക്വൽ ടു 0, ജെ ക്രോസ് ജെ ഈക്വൽ ടു 0, കെ ക്രോസ് കെ ഈക്വൽ ടു 0. ഐ ക്രോസ് ജെ ഈക്വൽ ടു കെ, ജെ ക്രോസ് കെ ഈക്വൽ ടു ഐ, കെ ക്രോസ് ഐ ഈക്വൽ ടു ജെ. വെക്ടർ എ ക്രോസ് വെക്ടർ ബിയിൽ വെക്ടർ എ ക്രോസ് വെക്ടർ ബി ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് ഐ ക്യാപ്, ജെ ക്യാപ്, കെ ക്യാപ്, എ എക്സ്, എ വൈ, എ ഇസഡ്, ബി എക്സ്, ബി വൈ, ബി ഇസഡ്. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ ഐ ഇൻറ്റു എ വൈ ബി ഇസഡ് മൈനസ് എ ഇസഡ് ബി വൈ മൈനസ് ജെ ഇൻറ്റു എ എക്സ് ബി ഇസഡ് മൈനസ് എ ഇസഡ് ബി എക്സ് പ്ലസ് കെ ഇൻറ്റു എ എക്സ് ബി വൈ മൈനസ് എ വൈ ബി എക്സ് എന്ന ഫോമിൽ കിട്ടുന്നു. റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സിനെ സദിശങ്ങളുടെ വിഘടനം എന്ന് മലയാളത്തിൽ പറയുന്നു. ഇവിടെ നമുക്ക് വെർട്ടിക്കൽ കമ്പോണന്റും ഹൊറിസോണ്ടൽ കമ്പോണന്റും ഉണ്ട്. വെർട്ടിക്കൽ കമ്പോണന്റിനെ നമുക്ക് എ വൈ എന്നും ഹൊറിസോണ്ടൽ കമ്പോണന്റിനെ എ എക്സ് എന്നും പറയാം. ഹൊറിസോണ്ടൽ കമ്പോണന്റ് എ എക്സ് ഈക്വൽ ടു എ കോസ് തീറ്റ ആകുന്നു. വെർട്ടിക്കൽ കമ്പോണന്റ് എ വൈ ഈസ് ഈക്വൽ ടു എ സൈൻ തീറ്റ ആകുന്നു. വെക്ടർ എ ഈസ് ഈക്വൽ ടു എ എക്സ് ഐ ക്യാപ് പ്ലസ് എ വൈ ജെ ക്യാപ് പ്ലസ് എ ഇസഡ് കെ ക്യാപ്. ഇതൊരു 3D ആക്സിസിലിരിക്കുന്ന ഒബ്ജക്റ്റിന്റെ വെക്ടർ ഫോം ആകുന്നു. വെക്ടർ എ ഈസ് ഈക്വൽ ടു എ എക്സ് ഐ ക്യാപ് പ്ലസ് എ വൈ ജെ ക്യാപ് പ്ലസ് എ ഇസഡ് കെ ക്യാപ്. ഈ ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് മോഡുലസ് ഓഫ് വെക്ടർ എ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് എ ഇസഡ് സ്ക്വയർ എന്ന ഫോമിൽ കിട്ടുന്നു. നമുക്കിനി ഹൊറിസോണ്ടൽ കമ്പോണന്റിന്റെയും വെർട്ടിക്കൽ കമ്പോണന്റിന്റെയും ടാൻ തീറ്റ എന്ന് നോക്കാം. ദാറ്റ് ഈസ് എ സൈൻ തീറ്റ ബൈ എ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എ വൈ ബൈ എക്സ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എ വൈ ബൈ എക്സ് നമുക്ക് എഴുതാം. ഈ ഒരു വെക്ടറിന്റെ ഡയറക്ഷനാണ് ഈ തീറ്റ നൽകുന്നത്. നമുക്കിനി പ്രൊജക്ടൈൽ മോഷനെ കുറിച്ച് നോക്കാം. പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത് ഒരു 2D മോഷൻ ആകുന്നു. ഇതിനകത്ത് എക്സ് വൈ ആക്സിസ് ആണ് വരുന്നത്. പ്രൊജക്ടൈൽ മോഷനിൽ ഏർപ്പെടുന്ന ഒബ്ജക്റ്റ് ഗ്രൗണ്ടുമായി ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. പ്രൊജക്ടൈൽ മോഷനിൽ എയർ റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യാറില്ല. ഒരു ഒബ്ജക്റ്റിനെ എറിയുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഇനീഷ്യൽ വെലോസിറ്റി ആയ യു ആകുന്നു. പ്രൊജക്ടൈൽ മോഷന്റെ ടോപ്പ് പൊസിഷനിൽ വെർട്ടിക്കൽ കമ്പോണന്റ് ആയിട്ടുള്ള യു സൈൻ തീറ്റ, അതായത് ലംബ ഘടകമായിട്ടുള്ള യു സൈൻ തീറ്റ 0 ആയിരിക്കും. പ്രൊജക്ടൈൽ മോഷനിൽ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ദാറ്റ് ഈസ് യു കോസ് തീറ്റ ത്രൂ ഔട്ട് കോൺസ്റ്റന്റ് ആയിരിക്കും. വെർട്ടിക്കൽ കമ്പോണന്റിന്റെ വാല്യൂ യൂണിഫോം ആക്സലറേഷനിലാണ് പോകുന്നത്. എന്നാൽ ഹൊറിസോണ്ടൽ കമ്പോണന്റിന്റെ വെലോസിറ്റി യൂണിഫോം വെലോസിറ്റി ആയതിനാൽ അവിടെ ആക്സലറേഷൻ 0 ആയിരിക്കും. ഈ ഒരു പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നുകൂടി പറയാം. പ്രൊജക്ടൈൽ മോഷനിലെ ടോപ്പ് പൊസിഷനിലെ വെർട്ടിക്കൽ കമ്പോണന്റ് ആയിട്ടുള്ള യു സൈൻ തീറ്റ 0 ആയിരിക്കും. പ്രൊജക്ടൈൽ മോഷനിലെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയിട്ടുള്ള യു കോസ് തീറ്റ ത്രൂ ഔട്ട് കോൺസ്റ്റന്റ് ആയിരിക്കും. വെർട്ടിക്കൽ കമ്പോണന്റിന്റെ വാല്യൂ യൂണിഫോം ആക്സലറേഷനിലാണ് മൂവ് ചെയ്യുന്നത്. എന്നാൽ ഹൊറിസോണ്ടൽ കമ്പോണന്റിലെ വെലോസിറ്റി യൂണിഫോം ആയതിനാൽ അവിടെ ആക്സലറേഷൻ 0 ആയിരിക്കും. കാരണം നമ്മുടെ എയർ റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യാത്തതുകൊണ്ട് ഹൊറിസോണ്ടൽ കമ്പോണന്റിലെ വെലോസിറ്റി യൂണിഫോം വെലോസിറ്റി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഹൊറിസോണ്ടൽ കമ്പോണന്റിലെ ആക്സലറേഷൻ 0 ആയിരിക്കും. നമുക്കിനി പ്രൊജക്ടൈൽ മോഷന്റെ ബേസ് ഇക്വേഷൻ ഒന്ന് നോക്കാം. പ്രൊജക്ടൈൽ മോഷന്റെ ബേസ് ഇക്വേഷൻ എന്ന് പറയുന്നത് പരാബോളിക് ഇക്വേഷന് ഇക്വലന്റ് ആയിട്ടുള്ളതാണ്. പരാബോളിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എ എക്സ് മൈനസ് ബി എക്സ് സ്ക്വയർ ആകുന്നു. എ എക്സ് മൈനസ് ബി എക്സ് സ്ക്വയർ എന്ന പരാബോളിക് ഇക്വേഷന് തുല്യമായിട്ടുള്ളതാകുന്നു പ്രൊജക്ടൈൽ മോഷന്റെ ബേസ് ഇക്വേഷൻ. ദാറ്റ് ഈസ് വൈ ഈസ് ഈക്വൽ ടു എക്സ് ടാൻ തീറ്റ മൈനസ് ഹാഫ് ജി ഇൻറ്റു എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ യു സ്ക്വയർ ഓ സ്ക്വയർ തീറ്റ എന്നാകുന്നു. ഈ ഇക്വേഷൻ എങ്ങനെയാണ് കിട്ടിയതെന്ന് നോക്കാം. ആദ്യം വൈ ആക്സിസിലെ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് വൈ ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് എഴുതാം. നമ്മളുടെ വൈ ആക്സിസിലെ ഡിസ്പ്ലേസ്മെന്റ് ആണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വൈ ഈസ് ഈക്വൽ ടു യുവിന്റെ ഭാഗത്ത് യു സൈൻ തീറ്റ ആണ് കൊടുക്കുന്നത്. കാരണം വൈ ആക്സിസിലേക്കുള്ള ഇനീഷ്യൽ വെലോസിറ്റി കമ്പോണന്റ് യു സൈൻ തീറ്റ ആകുന്നു. ദാറ്റ് ഈസ് യു സൈൻ തീറ്റ ഇൻറ്റു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ എന്ന് എഴുതാം. ആക്സലറേഷൻ ഇവിടെ ഗ്രാവിറ്റി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ജി എന്ന് കൊടുക്കാം. ഇവിടെ മുകളിലോട്ട് എറിയുന്നത് കാരണം എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ മൈനസ് ജി ആണ്. അതുകൊണ്ടാണ് മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ നമുക്കിവിടെ എക്സ് ആക്സിസിലെ ഡിസ്പ്ലേസ്മെന്റ് നമുക്കൊന്ന് നോക്കാം. ഇവിടെ എക്സ് ആക്സിസിലെ വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈമിൽ നിന്നും ടൈം ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ വെലോസിറ്റി കിട്ടും. ദാറ്റ് ഈസ് ടി ഈസ് ഈക്വൽ ടു എക്സ് ബൈ യു കോസ് തീറ്റ എന്ന് എഴുതാം. അതുകൊണ്ട് വൈ ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ ഇൻറ്റു എക്സ് ബൈ യു കോസ് തീറ്റ മൈനസ് ഹാഫ് ജി ഇൻറ്റു എക്സ് ബൈ യു കോസ് തീറ്റ ദി ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് വൈ ഈസ് ഈക്വൽ ടു എക്സ് ടാൻ തീറ്റ മൈനസ് ഹാഫ് ജി ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഈ ഇക്വേഷനാണ് പ്രൊജക്ടൈൽ മോഷന്റെ ബേസ് ഇക്വേഷൻ. ഒന്നുകൂടെ വായിക്കാം. വൈ ഈസ് ഈക്വൽ ടു എക്സ് ടാൻ തീറ്റ മൈനസ് ഹാഫ് ജി ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. എന്തുകൊണ്ടാണ് എക്സ് ആക്സിസിൽ വരുന്ന വെലോസിറ്റി വൈ ഡിസ്പ്ലേസ്മെന്റിൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ വൈയുടെ ഇക്വേഷൻ എക്സിന്റെ ഫോമിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എക്സിലെ വാല്യൂസ് വെച്ചിട്ട് നമുക്ക് വൈ ഫൈൻഡ് ഔട്ട് ചെയ്യാം.